റേഷൻ കാർഡ് മസ്റ്ററിങ് അത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണോ എന്നറിയില്ല. അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാർച്ച് 31 മുൻപ് മസ്റ്ററിങ് നടത്തണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. മസ്റ്ററിങ് നടത്താത്തവർക്ക് മാർച്ച് 31 ശേഷം റേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം. വിഷയത്തിൽ വ്യാപാര സംഘടന കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? ഈ 2024 ഡിസംബർ 31 വരെ ആയിരുന്നു നേരത്തെ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചത്. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മാർച്ച് 31 വരെ ഈ തീയതി നീട്ടി നൽകിയത്. പക്ഷേ 95.82% പേർ മാത്രമാണ് ഇപ്പോഴും സംസ്ഥാനത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 4.18% ആളുകൾ ഈ മസ്റ്ററിങ് നടപടികളുമായി യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പലവിധ കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സംഘടനകൾ ഈ മസ്റ്ററിങ് 1 വർഷം കൂടി നീട്ടി നൽകണമെന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും ഒപ്പം കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്കുമൊക്കെ ഇവർ നിവേദനം നൽകിയിട്ടുണ്ട്. വിവിധ കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കും ഈ സംഘടന ഒരുക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഈ മസ്റ്ററിങ് നടത്താൻ 1 മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളായി മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന 1.54 കോടി റേഷൻ കാർഡുകളിൽ 1.36 കോടി പേർ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 11 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും മസ്റ്ററിങ് പട്ടികയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഈ മസ്റ്ററിങ് പട്ടികയിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ റേഷൻ ഉപഭോക്താക്കളുടെ എണ്ണം കുറയുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിലുള്ള റേഷൻ വിഹിതത്തേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ മസ്റ്ററിങ് നടപടികൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന രീതിയിലുള്ള വിമർശനം സജീവമായിരുന്നിരുന്നു. പ്രത്യേകിച്ച് ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ ഒന്നും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. മുഴുവൻ ഭാരവും റേഷൻ വ്യാപാരികളുടെ തലയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനവും സർക്കാർ സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഈ വ്യാപാരികൾ നേരിട്ട് ഇടപെട്ടാണ് പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാനും മസ്റ്ററിങ്ങിന് എത്താത്ത ആളുകളെ എത്തിക്കാനും ഒക്കെയുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അതോടൊപ്പം തന്നെയാണ് ഈ കിടപ്പ് രോഗികൾ, കുട്ടികൾ, വിദേശത്തുള്ളവർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഈ മസ്റ്ററിങ് നടപടികൾ പലപ്പോഴും പ്രായോഗികമായി നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരൊക്കെ നേരിട്ട് എത്തി ഇത് കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്രം അറിയിച്ച നിലപാട് ഇപ്പോൾ സംസ്ഥാനം നേരത്തെ നിയമസഭയിലൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് പരിഹരിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. എന്തായാലും ഈ സമയം നീട്ടി നൽകണമെന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെ അടക്കം ഈ വിഷയത്തിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അവർ. ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് റേഷൻ വ്യാപാരികൾ ഇങ്ങനെ ഒരു ഇടപെടലിന് തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രജിത് മോഹനാണ് വിവരങ്ങൾ.